വീട്ടിലെത്തി. നമ്മളെവിടെ പോവാ? ഇതാ കല്യാണത്തിന്റെ പിറ്റേന്ന് ഞങ്ങളിവിടെ അലക്കൊല്ലമൊക്കെ വന്നിരിക്കുകയാണ്. പള്ളിപ്പെരുന്നാളാണ്. ഈ നിൽക്കുന്ന ആളുടെ രണ്ടാം ജന്മമാണ്. രണ്ടാമത്തെ ജന്മമാണ്. ഞാൻ ഒരു ട്രോമറ്റൈസേഷനിൽ കഴിഞ്ഞിട്ട് വരികയാണ്. ഈ ലിനു കണ്ടായിരുന്നു. കുട്ടികളെല്ലാരും എന്നെ ചതിച്ചു. ഞാൻ വെള്ളത്തിൽ മുങ്ങിച്ചാവേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യം ഞാൻ രക്ഷപ്പെട്ടതാണ്. എല്ലാരും വിചാരിച്ചു ആരൊക്കെയായിരുന്നു ഗബ്രി എല്ലാരും വിചാരിച്ചു അഭിനയിക്കുവാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. കാര്യം മനസ്സിലായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നു. ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് ആള് അയ്യോ ശരിക്കും മേടിച്ചു കേട്ടോ. സീരിയസ്ലി ഞങ്ങളെല്ലാരും ഇന്നലെ എല്ലാരും കൂടി വെള്ളം തള്ളിട്ടു. എനിക്ക് ശ്വാസം കിട്ടിയില്ല. ഈ നീന്താൻ ഒട്ടും അറിയില്ല. ഞാൻ പെടയായിരുന്നു സത്യം പറഞ്ഞ. ഞാനവിടെ എല്ലാവരും പറഞ്ഞെങ്കിൽ നീന്താൻ അറിയില്ല എന്നുള്ളത്. ടൈം ഓവർ ആയത്. അയ്യോ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഡിലീറ്റ് ആക്കിയാൽ മതിയായിരുന്നു. അവിടെ പകുതി പോയി ഉണ്ണിച്ചോറിന്റെ പ്രതിഷ്ഠം. അപ്പൊ നമ്മൾ ഉണ്ണീശോക്ക് ഒരു സമർപ്പണം ചെയ്തില്ലേ? സമർപ്പണം ഓരോ വീട്ടുകാരും അല്ല, ഓരോ 56 കുടുംബ യൂണിറ്റ് ഉണ്ട്. ആ 56 കുടുംബ യൂണിറ്റ് കൂടെ നമ്മൾ ഇതായിട്ട് സമർപ്പിക്കണം. അപ്പൊ നമ്മൾ ആ ഇത് കൊടുക്കും, മാലയിട്ട് എന്നിട്ട് നേരെ പള്ളിയിൽ തിരിച്ചു നേരെ വരിക, തിരിച്ച് പള്ളിയിൽ ഭയങ്കര മാധ്യമങ്ങളോടും എല്ലാത്തിനോടും കൂടെ പാരമ്പര്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. 100-120 വർഷത്തിലായിട്ട് ചെയ്യുന്നതാണ്. സമർപ്പണം ഓരോ ആളുകളും ചെയ്യുന്നു. കുട്ടി തന്നെ ഒരുങ്ങി സിന്ദൂരമൊക്കെ തൊട്ടു. എടുത്തു കാണിക്കണം. സ്നേഹയ്ക്ക് സിന്ദൂരം തൊടുന്ന ഇഷ്ടമല്ല. നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ പുതുമോടിയായിട്ടാണ് അല്ല എന്നാലും ഒരു അതൊരു രസമല്ലേ, ഐശ്വര്യം. പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. എനിക്ക് ഫുഡ് കഴിക്കാൻ ആരും അവസരം ഫുഡ് കൊടുക്കാൻ ആരും അവസരം കൊടുത്തില്ല. അങ്ങനെ നമ്മള് പള്ളിയെത്തി. ഹായ്, ഞങ്ങളങ്ങനെ പള്ളിയിലെത്തിയല്ലേ. ദൂരെ കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. ചായ വെറുതെ ഇരുന്നു. ചായ ചേച്ചിയുടെ ഇങ്ങോട്ട് പോയി എവിടെ? ഇതാണ്.
ഫസ്റ്റ് സൈഡിലോ കല്യാണം കഴിഞ്ഞിട്ട് അയ്യോ ഒരു മിനിറ്റ് തുടങ്ങി ഒരു 3 കട്ടൻ ഒരു ലൈൻ ടീ. മൂന്നാമത്തെ തൊട്ടോ നാലാമത്തെ തൊട്ടോ ആണ്. ഞങ്ങള് രണ്ടാമത്തെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാണ്. അതിന്റെ ആദ്യത്തെ അവസാന കസേരയായിരുന്നു ചെയ്യാം. ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ തിരിച്ചു ഇത് എന്തോ ഭയങ്കര വലിയൊരു യുദ്ധം വീട്ടിൽ അലങ്ങണ്ട ഇവിടെയാണ്. അതെ അതെ അല്ല വീട്ടില് എപ്പോ വേണമെങ്കിലും പോവാം. വീട്ടിലെ പോയല്ലോ ഫോട്ടോ എടുക്കണം. നീ ഫോട്ടോ എടുക്കും. Okay, see you.